മലയാളിക്കുണ്ണാൻ ഇന്നു മുതൽ മെത്രാൻ ബ്രാൻഡ് അരിയും. മെത്രാൻ കായലിൽ വിളയിച്ച നെല്ലിൽ നിന്നുള്ള ബ്രാൻഡഡ് അരിയുടെ വിപണനോദ്ഘാടനം കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാറാണ് നിർവഹിച്ചത്. മെത്രാൻ കായലിലെ പ്രധാന കർഷകനായ കരുണാകരന് കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. ഇവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. വിവാദങ്ങളുടെ കളപിഴുതെറിഞ്ഞ് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ മെത്രാങ്കായലിൽ ഇങ്ങനെ വിത്തെറിഞ്ഞപ്പോൾ അത് പുതിയൊരു കാർഷിക വിപ്ലവത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. പിന്നെ പ്രകൃതിയോടും വിവാദങ്ങളോടും പടവെട്ടി മെത്രാങ്കായൽ പതിയെ പതിയെ പച്ചപ്പണിഞ്ഞു. കൃഷി നശിപ്പിക്കാൻ ഒന്നിലേറെ തവണ ഭൂമാഫിയക്കാരുടെ ശ്രമമുണ്ടായി. അതിനൊപ്പം പ്രകൃതി കൂടി കർഷകനെ ചിലപ്പോഴൊക്കെ പരീക്ഷിച്ചു. എന്നാൽ പ്രതിസന്ധികളെല്ലാം അധ്വാനിക്കുന്ന മനസ്സുകൾക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് മെത്രാങ്കായലിലെ കർഷകർ നൂറുമേനി കൊയ്തെടുത്തു. ഇങ്ങനെ കൃഷിമന്ത്രിയുടെ പിന്തുണയോടെ മണ്ണിൽ പൊന്നുവിളയിച്ച മെത്രാങ്കായലിലെ കർഷകർക്ക് ആദരമായാണ് മെത്രാൻ ബ്രാൻഡഡ് അരി വിപണിയിലെത്തുന്നത്. ഭൂമാഫിയോട് പോരാടി പാടത്ത് ആദ്യം കൃഷി ഇറക്കിയ കർഷക പോരാളി കരുണാകരന് അരി കൈമാറിക്കൊണ്ട് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ മെത്രാൻ ബ്രാൻഡഡ് അരിയുടെ വിപണനോദ്ഘാടനം നിർവഹിച്ചു. കൃഷിക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവരെ നേരിടാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ഈ കമ്പനി എന്ന് പറയുന്ന ആരാണ്? ഏതെങ്കിലും ഒരു വ്യക്തി ഒന്നും ഞാൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഉടമസ്ഥന്മാരാരാണ്, എൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, രേഖകൾ ഏതാണെന്ന കാര്യമൊക്കെ ഗവൺമെന്റ് പരിശോധിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഉടമസ്ഥാവകാശമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലായാണ് മെത്രാൻ ബ്രാൻഡഡ് അരി വിപണിയിൽ ലഭ്യമാകുക. യഥാക്രമം 190, 380 എന്നിങ്ങനെയാണ് വില. ഓയിൽ പാം ഇന്ത്യ വഴി അരി വിപണിയിൽ ലഭ്യമാകും. 404 ഏക്കറുള്ള പാടശേഖരത്തിലെ 313 ഏക്കറിലാണ് കർഷകരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കൃഷിയിറക്കിയത്. വീണ്ടും പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ രണ്ടാം കൃഷിക്കൊരുങ്ങുകയാണ് മെത്രാങ്കായൽ പാടശേഖരം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.